ഇതാരും മോശം കാണരുത്, കാരണം ലാലേട്ടൻ്റെ ബിഗ് ഫാനാണ് ഞാനും. സോ ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോ മാത്രമാണ്. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ലാലേട്ടൻ മോഹൻലാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തത്? അദ്ദേഹത്തിന് കാശിൻ്റെ കുറവില്ല, ബാക്കി ഒരു പ്രോബ്ലമില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം വിഗ് വെക്കുന്നത്? അദ്ദേഹം വിഗ്ഗാണ്, അതെല്ലാവർക്കും അറിയാം. ലാലേട്ടൻ കംപ്ലീറ്റ് വിഗ്ഗാണ്. അത് ചില സമയത്ത് അദ്ദേഹം ക്ലിപ്പ് വെക്കാറുണ്ട്, പക്ഷേ മോസ്റ്റ്ലി അദ്ദേഹം വെക്കുന്നത് പേസ്റ്റിംഗ് ആണെന്ന് എൻ്റെ അഭിപ്രായം. അത് ബോർഡർ പേസ്റ്റിംഗ് ആണ്. ബോർഡർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോർഡറിൽ മാത്രം ഗം ഒട്ടിച്ചിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് നല്ല ഡെൻസിറ്റി ഉള്ള ഒരു ഹെയർ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ 10 വർഷം വിഗ് ഉപയോഗിച്ച ഒരാളാണ്. എൻ്റെ ബിഫോർ ഫോട്ടോസ് കാണിക്കാം, നോക്കിയേ. ഇതായത് എൻ്റെ ബിഫോർ ഫോട്ടോസ്. ഓക്കെ, ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പത്തെ ഫോട്ടോ. ഇതിനേക്കാൾ മുന്നെയാണ് ഞാൻ വിഗ് വെക്കാൻ തുടങ്ങിയത്. ഞാൻ വിഗ് വെച്ച് ഏകദേശം എൻ്റെ ഒരു 25 ആ സമയത്ത് തുടങ്ങിയാണ് വിഗ് വെക്കാൻ. ഞാൻ വിഗ് വെക്കുമ്പോൾ എൻ്റെ ഹെയർ അത്ര കഷണ്ടി ആയിരുന്നില്ല. അതായത് ഒരു 6 ഗ്രേഡ് എന്നല്ല, ഒരു 4 to 5 ഗ്രേഡ് ആയിരുന്നു. പക്ഷേ വിഗിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിഗ് വെക്കും തോറും നമ്മളുടെ എക്സിസ്റ്റിംഗ് ഹെയർ ഡാമേജ് ആയിക്കൊണ്ട് പോകും. ഒന്ന് നമ്മളുടെ വിഗിൻ്റെ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ്. പിന്നൊന്ന്, ഈ സർവീസ് ചെയ്യുമ്പോൾ ഇവരെന്ത് വെച്ചാൽ ഇവർ ട്രിം ചെയ്തുകൊണ്ടിരിക്കും. ഹെഡ് ട്രിം ചെയ്യുന്തോറും നമ്മളുടെ ഈ ഹെയർ ഫോളിക്കിൾ സ്ട്രോങ് ആയി, പക്ഷേ വീക്കായത് പിന്നെ വളർച്ച കുറഞ്ഞ് നശിച്ചു പോകും. അതേപോലെ തന്നെ ഇവർ വിഗ് ഗമ്മ് കൊണ്ട് ഒട്ടിച്ച് വെക്കുമ്പോൾ അങ്ങനെ ഡാമേജ്, ഹെയർ സർക്കുലേഷനുള്ള ഫംഗസ് ഇഷ്യൂ, അങ്ങനെ പല റീസൺ കൊണ്ടും നമ്മളെ ഹെയർ ഡാമേജ് ആയിപ്പോൾ. അങ്ങനെ എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ വിഗ് 10 വർഷം കഴിഞ്ഞ് ഊരുമ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഒന്നുമില്ല. പിന്നെയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. പക്ഷേ എനിക്ക് അവിടെ ഒരു ഭയങ്കരമായിട്ടൊരു പ്ലസ് പോയിന്റ് കിട്ടിയത് എൻ്റെ ഡോണർ ഏരിയയാണ്. എൻ്റെ ഡോണർ ഏരിയ കാണുമ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും ഒരു ഗ്രാഫ്റ്റിൽ 1 മുതൽ 6 ഫോളിക്കിൾസ് വരെ ഉണ്ടായിരുന്നു. ചില 5ഉം 4ഉം 5ഉം 6. ഈ സിംഗിൾസ് വളരെ കുറവായിരുന്നു. നല്ല കട്ടി തിക്നെസ് ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് റിസൾട്ട്സ് കിട്ടിയത്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തത്. ആദ്യം 3000 ഗ്രാഫ്റ്റ് ഡോണർ ഏരിയ തന്നെ എടുത്തു, പിന്നെ ബിയേഡിൽ എടുത്തും ചെസ്റ്റിന് എടുത്തു. അങ്ങനെ 5000 ഗ്രാഫ്റ്റാണ് ഫസ്റ്റ് സിറ്റിങ്ങിൽ ചെയ്തത്. പിന്നീട് ചെയ്തത് ഞാൻ 3000 ഗ്രാഫ്റ്റ്. ടോട്ടൽ 8000 ഗ്രാഫ്റ്റാണ് എൻ്റെ തലയിലുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് ഏകദേശം 6 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ സബ്ജക്റ്റിലോട്ട് വരാം. ലാലേട്ടൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? ഒറ്റ ഒരു റീസണാണ്, വേറെ ഒരു റീസൺ എനിക്ക് തോന്നിക്കുന്നില്ല. പിന്നെ വേറെ റീസൺ ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അദ്ദേഹത്തിന് ഡോണർ ഏരിയ ഇല്ല. അദ്ദേഹത്തിൻ്റെ കഷണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ വളരെ കട്ടിമുടിയായിരുന്നു ലാലേട്ടൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹെയർ ആയിരുന്നു ഒരു ഇത്. പിന്നീട് അദ്ദേഹം പതുക്കെ വിഗ്ഗിലോട്ട് മാറി ചെറിയ സാധാ വിഗ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹെയർ പോകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അദ്ദേഹം വിഗ് വെക്കാൻ തുടങ്ങിയ ശേഷമായിരിക്കും അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഹെയർ പോയത്. പോയി അതിന് ഡോണർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഡോണർ ഏരിയ മാത്രമേ കുറച്ചുള്ളൂ. അപ്പോൾ ഡോണർ ഏരിയ മാത്രം അത്രയും വളരെ തിന്നായ ഹെയർസും ആയി ചുരുങ്ങി അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തി. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിഗ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മോശമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾക്ക് ഡോണർ ഏരിയ ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ വിഗ്. പക്ഷേ വിഗിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. കാരണം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ വേണം കാണുക. എൻ്റെ സജഷൻ എന്ന് വെച്ചാൽ ഒന്നും വെക്കാതെ മൊട്ടയടിച്ച് നടന്നാലും കുഴപ്പമില്ല, വിഗ് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ലാലേട്ടനെ പോലത്തെ ഒരാൾക്ക് വിഗ് എത്ര വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കാരണം ഓരോ സിനിമയിൽ ഓരോ എപ്പിയറൻസിലാണ് വരുന്നത്. അദ്ദേഹം ഡെയിലി ചേഞ്ച് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ പുതിയ വിഗ് വെക്കുന്നുണ്ടാവാം. അത്രയും ക്യാഷ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലമല്ല. നമ്മൾ സാധാരണക്കാരനാണെങ്കിൽ ഒരു വിഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ അത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഡാമേജ് കൂടുന്നുണ്ട്. സോ ഇതായിരിക്കാം മെയിൻ റീസൺ. ഡോണറിൻ്റെ മാത്രമാണ്, വേറെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഹെൽത്ത് വൈസ് ഓക്കെയാണ്, ഇപ്പോൾ അത് ഏജ് ഓക്കെയാണ്. എന്നാലും അദ്ദേഹം ഒരുപാട് വർഷങ്ങളിൽ വിഗ് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതായിരുന്നു ലാലേട്ടനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. ഇതാരും മോശം കാണരുത്, കാരണം ലാലേട്ടൻ്റെ ബിഗ് ഫാനാണ് ഞാനും. സോ ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോ മാത്രമാണ്. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയിൽ നിരവധി പുതിയ വീഡിയോസ്, പുതിയ സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, യൂട്യൂബ് പേജുണ്ട്, ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.